My dear students, Dr. James Taylor രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 169ാമത്തെ എപ്പിസോഡിൽ സെപ്പിയ എന്ന അധ്യായത്തിൻ്റെ 6ാം ഭാഗമാണ് പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് സെപ്പിയയുടെ പ്രധാനപ്പെട്ട ചില പർട്ടിക്കുലർ സിംറ്റംസ് കൂടാതെ വളരെ പ്രധാനപ്പെട്ട പല കമ്പാരിസൺസ്, ചില സന്ദിഗ്ധാവസ്ഥകളിൽ കൃത്യമായിട്ടുള്ള ഔഷധത്തിലേക്ക് എത്തിച്ചേരാൻ നിങ്ങളെ സഹായിക്കുന്ന ചില കമ്പാരിസൺസും എന്നോട് പറയുന്നുണ്ട്. നമുക്കവിടെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. പെയിൻ ഇൻ സ്റ്റൊമക്ക് ആഫ്റ്റർ ദ സിംപ്ലസ്റ്റ് ഫുഡ്. വളരെ ലളിതമായൊരു ആഹാരം കഴിച്ചാലും വയറുവേദന. സ്റ്റിച്ചസ് ആൻഡ് ബേണിംഗ് ഇൻ ദ സ്റ്റൊമക്ക്. വയറിൽ പൊള്ളൽ, കുത്തുന്ന വേദനകൾ. പെയിൻ ദ സ്റ്റൊമക്ക് വേഴ്സ് ബൈ വൊമിറ്റിംഗ്. സാധാരണഗതിയിൽ വയറുവേദന പ്രശ്നങ്ങളൊക്കെ ഛർദ്ദിക്കൊണ്ട് മാറും, ഒരു ശമനം ഉണ്ടാവും, ഒരു ക്ലീനിങ് നടക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഛർദി കൊണ്ട് വയറുവേദന വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ദിസ് ഈസ് പെക്യുലിയർ, ഫോർ വൊമിറ്റിംഗ് യൂഷ്വലി റിലീവ്സ് ദ ഡിസ്ട്രസ്. ദ സെപ്പിയ സ്റ്റൊമക്ക് ബിക്കംസ് ലൈക്ക് എ ലെതർ ബാഗ്. സെപ്പിയ സ്റ്റൊമക്കിനെ കുറിച്ചൊരു നല്ലൊരു ഉദാഹരണം, സെപ്പിയ സ്റ്റൊമക്കിന് നല്ലൊരു ഉപമ എന്ന് പറയുകയാണ്. ഒരു തുകൽ സഞ്ചി പോലെ ആയി പോകും. Fill it up and the food comes up just as eaten, or at times sour or mixed with bile. അത് ഈ തുകൽസഞ്ചിയെ ഭക്ഷണം കൊണ്ട് നമ്മൾ നടക്കുന്നു, അത് അതേപടി ഛർദ്ദിച്ച് വരുന്നു, അല്ലെങ്കിൽ കുറച്ച് ദഹിച്ചിട്ട് ബൈലുമായിട്ട് പിത്തരസമായിട്ട് കലർന്ന് അങ്ങനെ പുറത്തേക്ക് ഛർദ്ദിച്ച് വരും. ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ, എൻലാർജ്മെന്റ് വിത്ത് ജോണ്ടീസ്, പെയിൻ, ഫുൾനെസ്, ഡിസ്റ്റൻഷൻ, ഡിസ്ട്രസ് ഇൻ ദ റീജിയൻ ഓഫ് ദ ലിവർ. ലിവറുമായിട്ട് ബന്ധപ്പെട്ട്, കരളുമായിട്ട് ബന്ധപ്പെട്ട് പലതരം പ്രശ്നങ്ങളാണ്. ലിവറിൻ്റെ വീക്കം, അത് വലുതാകൽ, വേദന, നിറഞ്ഞിരിക്കുന്നത് പോലെ, മഞ്ഞപ്പിത്തം, വീർത്തുകെട്ടൽ, കരളിൻ്റെ ഭാഗത്ത് മൊത്തം ഒരു പ്രയാസം. അബ്ഡമൻ ഡിസ്റ്റൻറ്റ് വിത്ത് ഫ്ലാറ്റസ്, റംബ്ലിംഗ് ആൻഡ് ഡിസ്റ്റൻഷൻ. അടിവയറിൽ വായു വന്ന് നിറഞ്ഞ് ഒരു ഉരുണ്ടുകയറ്റം എന്നൊക്കെ പറയില്ലേ, ആ തരത്തിൽ വീർത്ത് കെട്ടിയ അവസ്ഥ. ദീസ് ഡിസ്റ്റർബൻസസ് ആർ ഓഫൺ ക്രോണിക് ആസ് ഇൻ പോട്ട് ബെല്ലീഡ് മദേഴ്സ്. അല്ലാതെ വയറുന്തിയ അമ്മമാരിൽ ഈ പ്രയാസങ്ങൾ ഒരു ക്രോണിക് നേച്ചറിലാണ് വരുന്നത്. അബ്ഡമൻ കവേർഡ് വിത്ത് ബ്രൗൺ സ്പോട്ട്സ്. അടിവയറ്റിൽ തവിട്ട് നിറത്തിലുള്ള പുള്ളികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സെപ്പി ഹാസ് റിമൂവ് ടേപ്ഫോം. നാടവരയെ മാറ്റിയ ചരിത്രം സെപ്പിക്കുണ്ട്. സിംറ്റംസ് എഗ്രി ചെയ്യുമ്പോൾ ക്രോണിക് ഡയറിയ, സ്റ്റൂൾസ് ജെല്ലി ലൈക്ക്. ജെല്ലി പോലുള്ള മലത്തോടു കൂടിയ വയറിളക്കം സെപ്പിയുടെ ഒരു തനത് സ്വഭാവമാണ്, ജെല്ലി പോലെ. ലംബി, ഓൾട്ടർനേറ്റിംഗ് ഡയറിയ ആൻഡ് കോൺസ്റ്റിപ്പേഷൻ. വയറിളക്കവും മലബന്ധവും മാറി മാറി വരുന്നു. ഇതും പല ഔഷധങ്ങളിലും ഉണ്ട്. സെപ്പിയയുടെ ജനറൽ കണ്ടീഷൻ ഒത്തു വന്നു കഴിഞ്ഞാൽ സെപ്പിയ അതിനെ സുഖപ്പെടുത്തും. എ ഗ്രേറ്റ് എമൗണ്ട് ഓഫ് മ്യൂക്കസ് വിത്ത് ദ സ്റ്റൂൾസ്. അപ്പോൾ ഡയറിയൽ സ്റ്റൂൾസ് ഒന്നുകിൽ ജെല്ലിയിലേക്ക് അല്ലെങ്കിൽ മ്യൂക്കസ്. വെദർ കോൺസ്റ്റിപ്പേറ്റഡ് ഓർ ഡയറിക്, ഹാർഡ് സ്റ്റൂൾ കവേർഡ് വിത്ത് എ ഗ്രേറ്റ് ക്വാണ്ടിറ്റി ഓഫ് ജെല്ലി ലൈക്ക് മ്യൂക്കസ്. കോൺസ്റ്റിപ്പേഷൻ ആകുമ്പോൾ കട്ടിയുള്ള മലം ജെല്ലി പോലുള്ള കഫം കൊണ്ട് നിറഞ്ഞത്. ഗോസ് ഫോർ ഡേയ്സ് വിത്തൗട്ട് എ സ്റ്റൂൾ ആൻഡ് ദെൻ സിറ്റ്സ് ആൻഡ് സ്ട്രെയിൻസ് അണ്ടിൽ എ കോപ്പിയസ് സ്വെറ്റ് ബ്രേക്ക് ഔട്ട് ആൻഡ് യെറ്റ് നോ സ്റ്റൂൾ. ദിവസങ്ങളോളം വയറ്റിൽ നിന്ന് പോകാതിരിക്കുന്നു, ടോയ്ലറ്റിൽ പോയിരുന്ന് ബലം പ്രയോഗിക്കുന്നു, പക്ഷെ വിയർത്തൊലിക്കുന്നു, പക്ഷെ യാതൊരു ഫലവുമില്ല. But after assistance with the finger and prolonged strain, a little stool is passed. ഇത്ര കഷ്ടപ്പെടണം, വിരൽ കൊണ്ട് ഞെക്കുകയും തോണ്ടിക്കളയാനൊക്കെ ശ്രമിക്കുകയും ചെയ്യും. കോൺസ്റ്റിപ്പേഷൻ യഥാർത്ഥ കോൺസ്റ്റിപ്പേഷൻ അനുഭവിച്ചവർക്ക് അതൊക്കെ മനസ്സിലാവുള്ളൂ, പറഞ്ഞ പലർക്കും മനസ്സിലാവില്ല ഒന്നും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഒരു അല്പം മലം പോവും. ഫോർഡ് ബൈ എ കഫിൾ ഓഫ് ജെല്ലി ലൈക്ക് മ്യൂക്കസ്. അപ്പോഴും ജെല്ലി പോലുള്ള കട്ടിയുള്ള കഫം പോകുന്നുണ്ട്. സെപ്പിയയുടെ ഒരു ടിപ്പിക്കൽ അവസ്ഥയാണ്. യെല്ലോ വൈറ്റ് ആൻഡ് വെരി ഒഫൻസീവ്.
അത് മലം മഞ്ഞ നിറത്തിലാകാം, മഞ്ഞയും വെള്ളയും കലർന്നാകാം, ഏതായാലും കടുത്ത ദുർഗന്ധം ഉണ്ടാവും. ദ അക്യൂട്ട് ഡയറിയ ആൻഡ് ഡിസെൻട്രീസ് വിത്ത് ജെല്ലി ലൈക്ക് സ്റ്റൂൾസ് ആർ മോർ ഇൻ കീപ്പിംഗ് വിത്ത് കാലിബൈക്ക് ആൻഡ് കോൾച്ചിക്കം. അപ്പോൾ അക്യൂട്ട് നേച്ചറുള്ള വയറിളക്കവും ഡിസെൻട്രിയും അതിനോടൊപ്പം ജെല്ലി പോലുള്ള സ്റ്റൂൾസും കൂടുതലും വരുന്ന കാലിബൈക്കിലും കോൾച്ചിക്കത്തിലുമാണ്. പക്ഷേ സെപ്പിയിൽ വരുന്നൊരു ക്രോണിക് നേച്ചറിലാണ്. ക്രോണിക് നേച്ചറിലെ ഡയറിയയും കോൺസ്റ്റിപ്പേഷനും ഓൾട്ടർനേറ്റ് ചെയ്ത് വരലൊക്കെയാണ് സെപ്പിയിൽ വരുന്നത്. പക്ഷേ ഒരു അക്യൂട്ട് കണ്ടീഷൻ ആകുമ്പോൾ കാലിബൈക്കും കോൾച്ചിക്കവും വരുന്നത്. ഡു നോട്ട് കൺഫോണ്ട് വിത്ത് ഗ്രാഫൈറ്റീസ് which has an enormous tool with much straining and sweating and coated with and mixed with a substance looking like the cooked white of egg as if covered with the albumin. അപ്പോൾ ഈ കാര്യത്തിൽ ഈ ജെല്ലിയിലേക്ക് മ്യൂക്കസ് ഒക്കെ വരുന്ന കാര്യത്തിൽ ഗ്രാഫൈറ്റീസുമായിട്ട് ഇതിനെ കൂട്ടിക്കുഴക്കരുതെന്നാണ് പറയുന്നത്. ഗ്രാഫൈറ്റീസ് വളരെ കൃത്യമാണ്. വെളുത്ത ചോക്ലേറ്റ് ഗ്രാഫൈറ്റീസിനും ഈ പറയുന്ന വളരെ വലിയ സ്റ്റൂളുണ്ട്. വളരെ എക്സ്പെൽ ചെയ്യാൻ ബുദ്ധിമുട്ടിക്കുമ്പോൾ വല്ലാതെ വേർത്തൊലിക്കുന്നൊരവസ്ഥയുണ്ട്. പക്ഷേ മുട്ടയുടെ വെള്ള പോലെ, കുക്ക് ചെയ്ത വെള്ള പോലെ, അത് നല്ല വെള്ള നിറത്തിലുള്ള അങ്ങനത്തെ സബ്സ്റ്റൻസ് കോട്ട് ചെയ്ത സ്റ്റൂൾസാണ് ഗ്രാഫൈറ്റീസിൽ വരുന്നത്. ആൽബുമൻ മുട്ടയുടെ വെള്ള, അങ്ങനെ ആൽബുമനുമായിട്ട് കോട്ട് ചെയ്തെടുത്താണ് വരുന്നത്. അതിന് ഈ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസുമായിട്ടുള്ള മിക്സിങ്ങുമായിട്ട് ഇതിനെ കൂട്ടിക്കുഴക്കുകയോ തെറ്റിദ്ധരിക്കുകയോ ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ അക്യൂട്ട്ലി കാലിബൈക്ക് കോൾച്ചിക്കം, ക്രോണിക്കിൽ തന്നെ ഈ ഒരു കളറിൻ്റെയും മറ്റൊക്കെ വ്യത്യാസത്തിൽ ഗ്രാഫൈറ്റീസും വരുന്നുണ്ട്. ഇത്തരം കമ്പാരിസൺസ് നമുക്ക് കൃത്യമായ ഔഷധങ്ങളിലേക്ക് എത്താൻ സഹായിക്കും. In sepia, there is much offensiveness. The odor of the stool is unusual. Loose stools horribly offensive. Fetid with the sweat is fetid, the urine is fetid. അപ്പോൾ സെപ്പിയയുടെ സ്റ്റൂൾസ് വല്ലാത്ത ഒരു ടിപ്പിക്കൽ ഒഫൻസീവ്നെസ്, പ്രത്യേകിച്ചൊരു ഗന്ധം പറയുന്നത് വളരെ ടിപ്പിക്കലാണെന്നാണ് പറയുന്നത്. നമ്മളുടെ ഫിസിഷ്യൻ്റെ ജഡ്ജ്മെൻറ്റിന് വിടുകയാണ്. അൺയൂഷ്വൽ ഗന്ധമാണ് ഉള്ളത്. ലൂസ് ടൂൾസ് വല്ലാതെ ഹൊറിബിളി ഒഫൻസീവ് എന്നാണ് പറയുന്നത്. ഫെറ്റിഡ്, ദ സ്വെറ്റ് ഈസ് ഫെറ്റിഡ്. അപ്പോൾ വിയർക്കും, ഇതിനുവേണ്ടി സ്ട്രെയിൻ ചെയ്യുമ്പോഴുള്ള വിയർപ്പ്, അതിന് ദുർഗന്ധമുണ്ട്, മൂത്രത്തിനും ദുർഗന്ധമുണ്ട്. ഇവിടെ ഒരു പ്ലൂറ കോട്ട് ചെയ്തിരിക്കുകയാണ്. ദ സ്റ്റൂൾ ഹാസ് എ പ്യൂട്രിഡ് സോറിഷ് ഫെറ്റിഡ് സ്മെൽ എക്സ്പെൽഡ് സഡൻലി ആൻഡ് ദ വോൾ ഓഫ് ഇറ്റ് ഈസ് അറ്റ് വൺസ്. അപ്പോൾ സ്റ്റൂള് പോകുമ്പോൾ ദുർഗന്ധമുള്ളത് ഒരു സോറിഷാണ്, ഫെറ്റിഡ് സ്മെല്ലാണ്, പെട്ടെന്ന് എക്സ്പെൽ ചെയ്ത് പോകുന്നു, എല്ലാം കൂടെ ഒറ്റയടിക്ക് പോകുന്നു. അതൊരു പൂർണ്ണ ഒരു സാക്ഷ്യം മാത്രമാണത്, ഇത് പൊതുവസ്ഥയല്ല. സെപ്പിയസ് ഗിവൺ എ റൂട്ടീൻ വേ ഫോർ കോൺസ്റ്റിപ്പേഷൻ. കോൺസ്റ്റിപ്പേഷൻ്റെ കാര്യത്തിൽ ഇത് റൂട്ടീൻ മെഡിസിനായിട്ട് സെപ്പിയ കൊടുക്കുക. എപ്പോഴാണ്? വെൻ ദർ ആർ ഫ്യൂ സിംറ്റംസ്, വേറെ ലക്ഷണങ്ങളൊന്നും ഇല്ല. ഒരു കൃത്യമായിട്ട് സിമിലിമിനത്തിലേക്ക് പോകാൻ നമുക്ക് ആവശ്യമായ ലക്ഷണങ്ങളൊന്നും ഇല്ല എങ്കിൽ ആ ഒരവസ്ഥയിൽ ഒരു റൂട്ടീൻ മെഡിസിൻ എന്ന തരത്തിൽ സെപ്പിയ കൊടുക്കാം എന്നാണ് കെന്നിയുടെ പറയുന്നത്. ദർ ഈസ് ഓൾവേസ് എ സെൻസ് ഓഫ് ഫുൾനെസ് ഇൻ ദ റെക്ടം ആഫ്റ്റർ സ്റ്റൂൾ. മലം പോയാലും റെക്ടം, മലാശയം നിറഞ്ഞിരിക്കുന്ന പോലെ തോന്നല്. ഇൻഎഫക്ച്വൽ സ്ട്രെയിനിങ് ആൻഡ് സ്വെറ്റിംഗ് ഇൻ ദ എഫർട്ട്. സ്ട്രെയിൻ ചെയ്താലും ഇൻഎഫക്ച്വലാണ്, ഫലമില്ല, കഷ്ടപ്പെട്ടായ വേർത്ത് കുളിക്കും. ബിക്കോസ് ദ പേഷ്യൻ്റ് ഈസ് വീക്ക് ആൻഡ് എക്സോസ്റ്റഡ്. കാരണം രോഗി വളരെ ക്ഷീണതയും അല്ലാതെ തളർന്ന അവസ്ഥയിലുമാണ്. സെപ്പിയ പേഷ്യൻറ്റിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ തുടക്കത്തിലേ കണ്ടു. ആകെ ശോഷിച്ച് ക്ഷീണിച്ച ഒരാളാണ്. അപ്പോൾ ഈ മലം എക്സ്പെൽ ചെയ്യാൻ വേണ്ടി ഇങ്ങനെയൊക്കെ സ്ട്രെയിൻ ചെയ്ത് വരുമ്പോൾ ആളാകെ തളർന്നു പോകും, വേർത്ത് കുളിക്കുകയും ചെയ്യും. സെപ്പിയ ഹാസ് ഇൻഎഫക്ച്വൽ ഏർജിങ് ലൈക്ക് നക്സുമായിട്ടൊരു കമ്പാരിസൺ. ഇൻഎഫക്ച്വൽ, ഫലമില്ലാത്ത നിഷ്പ്രയോജനമായ ഈ ഏർജിങ്, മലം പോകണമെന്ന് തോന്നും പക്ഷേ പോവില്ല. ആ കാര്യത്തിൽ നക്സുമായിട്ടാണ് കമ്പാരിസൺ. ഷീ മേ ഗോ ഫോർ ഡേയ്സ് വിത്ത് നോ ഏർജിങ് ആൻഡ് ദെൻ ദ എഫർട്ട് ഈസ് ആസ് ഇഫ് ഷീസ് വെർ ഇൻ ലേബർ. ദിവസങ്ങളോളം ഒരു അർജിങ് ഇല്ലാതെ കടന്നു പോകും, ദിവസങ്ങളോളം. പലർക്കും ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ഇത്തരം അവസരം അനുഭവിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ ചില ഡോക്ടർമാർ ഹോമിയോപാസിനോട് പോലും പറയുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവർ ടെക്സ്റ്റ് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാകാം, പക്ഷേ എങ്ങനെയൊക്കെ സംഭവിക്കുന്നവർക്ക് അറിയില്ല.
എൻ്റെ അനുഭവമാണത്. അത് പറഞ്ഞും മനസ്സിലാക്കേണ്ട അവർ നമ്മളെ ഉപദേശിക്കും. വെള്ളം കുടിക്കാതിൻ്റെ കുറവുകൊണ്ടാണ്, ആഹാരത്തിൻ്റെ പ്രശ്നമാണ്. ഇതെല്ലാം വളരെ പെർഫെക്റ്റായ രീതിയിൽ കഴിവതും ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റും വെള്ളം കുടിക്കലും വ്യായാമവും ഒക്കെ ഫോളോ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ ഈ ഒരു ഇൻഎഫക്ച്വൽ ആയിട്ടുള്ളൊരു ഈ പറയുന്നൊരു അവസ്ഥ ദിവസങ്ങളോളം ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. അത് പറയുമ്പോഴും പലർക്കും മനസ്സിലാവില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഇങ്ങനത്തെ അവസ്ഥകളുണ്ട് എന്ന് മനസ്സിലാക്കണം. അത് ഹീൽ ചെയ്യാനുള്ള ഔഷധങ്ങളും ഉണ്ട്. സെപ്പിയ അവയിലൊന്നാണ്. ഇവിടെ ഒരു അർജിങ് പോലും ഇല്ലാതെ ദിവസങ്ങളോളം കടന്നുപോയിട്ട് ഇത് എക്സ്പെൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, കാരണം അർജില്ലെങ്കിൽ പോലും പല പ്രയാസങ്ങളുണ്ടാവും ഇതിങ്ങനെ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനെ എക്സ്പെൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം ഒരു പ്രസവത്തിന് പോകുന്ന അവസ്ഥ, ഒരു കുട്ടിയെ പ്രസവിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം സ്ട്രെയിനിങ്ങും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഹ്വലതകളും ഉണ്ടോ, ആ വിഹ്വലതകൾ മുഴുവൻ ഇതിനു വേണ്ടി അനുഭവിക്കേണ്ടി വരും. പ്രൊലാപ്സ് ഓഫ് ദ റെക്ടം, ഈ ഒരു അവസ്ഥയിൽ സ്വാഭാവികമായിട്ടും പ്രൊലാപ്സും വരും. വെയ്റ്റ്സ് ആസ് ഓഫ് എ ബോൾ ഇൻ ദ ഏനസ് നോട്ട് റിലീവ്ഡ് ബൈ സ്റ്റൂൾ. ഏനസിൽ ഒരു ഗോളം ഇരിക്കുന്ന പോലെ ഉള്ള ഭാരത്തിൻ്റെ അനുഭവം, അത് മലം പോയാലും ആ ഒരു അനുഭവം, ആ ഒരു ഫീൽ പോവില്ല. സോർനെസ് ഓഫ് ദ ഏനസ്, മലാശയത്തിൽ വേദനയും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. എക്സ്പെൽഷൻ ഓഫ് അസ്കറൈഡ്സ്, റൗണ്ട് വേം അതിൻ്റെ എക്സ്പെൽഷൻ ഉണ്ട്. നേരത്തെ ടൈപ്പ് വേം പറഞ്ഞു, ഒരു റൗണ്ട് വേം ഉണ്ട്. ഊസിങ് മോയ്സ്ചർ ഫ്രം ദ റെക്ടം, സോർനെസ് ബിറ്റ്വീൻ ദ ബട്ടക്സ്. അപ്പോൾ മലാശയത്തിൽ നിന്നും മലദ്വാരത്തിൽ നിന്നും ഒരു ദ്രാവകം ഒലിച്ചു വരുന്നു. ബട്ടക്സിനിടയിൽ നിന്നും അവിടെ സോർനെസ്, വേദനയും അവിടെ തൊലി പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാം. ഹെമറോയിഡ്സ് സൂൺ ഫോം വെൻ ദ റെക്ടം ഈസ് സോ പാക്ഡ് വിത്ത് ഫീസസ്. മലമിങ്ങനെ വന്ന് നിറഞ്ഞിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഹെമറോയിഡ്സും രൂപപ്പെടാം. ആൻഡ് ദേ ഗിവ് അഡീഷണൽ ട്രബിൾ, ഇതുമൂലം കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നു. ദർ ഇസ് മച്ച് യൂറിനറി ട്രബിൾ, മൂത്രാശയമായിട്ട് ബന്ധപ്പെട്ടും ധാരാളം പ്രശ്നങ്ങൾ സെപ്പിയിലുണ്ട്. ഇൻവോളണ്ടറി യൂറിനേഷൻ ആസ് സൂൺ ആസ് ദ ചൈൽഡ് ഗോസ് ടു സ്ലീപ്പ് അറ്റ് നൈറ്റ്. ഒരു കുട്ടി രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ തന്നെ പെട്ടെന്ന് മൂത്രം പോകുന്നു. സെപ്പി ഈസ് കമ്പൽഡ് ടു കീപ് ദ മൈൻഡ് ഓൺ ദ നെക്ക് ഓഫ് ദ ബ്ലാഡർ ഓർ ഷീ വിൽ ലൂസ് ദ യൂറിൻ. അപ്പോൾ ഈ സ്ത്രീകളിൽ മൂത്രം അറിയാതെ വിട്ടുപോകുന്നൊരവസ്ഥ, അപ്പോൾ അതിനെ ഒഴിവാക്കാൻ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ലജ്ജാകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് അവർ പോകും, പ്രത്യേകിച്ചും സമൂഹത്തിലായിരിക്കുമ്പോൾ, ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ. അപ്പോൾ എന്താ ചെയ്യുക, ബ്ലാഡറിൻ്റെ ആ നെക്കിൽ, അതിൻ്റെ കഴുത്തിൽ മനസ്സ് മുഴുവൻ കേന്ദ്രീകരിക്കും, വിട്ടുപോകല്ലേ എന്ന് പറയുന്നത്. അങ്ങനത്തെ വളരെ പ്രയാസമേറിയൊരവസ്ഥ. യൂറിൻ ഈസ് ലോസ്റ്റ് വെൻ കോഫിംഗ്, സ്നീസിങ്, ലാഫിംഗ് ആൻഡ് സ്ലാം ഓഫ് എ ഡോർ, എ ഷോക്ക് ഓർ വെൻ ദ മൈൻഡ് ഈസ് ഡൈവേർട്ടഡ്. മൂത്രം വിട്ടുപോകുന്ന അവസ്ഥകൾ നോക്കിയേ. ഒന്ന് ചുമയ്ക്കുമ്പോൾ മനസ്സിലാക്കാം, തുമ്മുമ്പോൾ, ഒരു വാതിലടയുമ്പോൾ പെട്ടെന്നൊരു ചെറിയൊരു ഞെട്ടലുണ്ടാകാം, ഒരു ഷോക്ക്, ഒരു ഞെട്ടലുണ്ടാകുമ്പോൾ, മനസ്സ് മാറിപ്പോകുമ്പോൾ, ഈ മൂത്രാശയത്തിൽ നിന്നും മനസ്സ് മാറിപ്പോകുമ്പോൾ അപ്പോഴും ഉണ്ടാകാം. അത്രത്തോളം പ്രയാസകരമായ അവസ്ഥയാണ് നോക്കുക. ചിരിക്കുമ്പോൾ ലാഫിങ്. ഫ്രീക്വന്റ് കോൺസ്റ്റന്റ് അർജിങ് ടു യൂറിനേറ്റ് വിത്ത് മിൽക്കി യൂറിൻ, പാല് പോലുള്ള മൂത്രം, ആ പാലിൻ്റെ കളർ മിൽക്കി വൈറ്റ്നസ് സെപ്പിയിൽ ഉടനീളമുണ്ട്. ദാറ്റ് ബേൺസ് ലൈക്ക് ഫയർ, അങ്ങനെ പോകുമ്പോൾ മൂത്രാശയത്തിൽ പൊള്ളലുമുണ്ട്. ആൻഡ് ആഫ്റ്റർ സ്റ്റാൻഡിങ് എ വൈൽ എ മിൽക്കി ഗ്രേയിഷ് ഡിപ്പോസിറ്റ് വിൽ ഫോം വിച്ച് ഈസ് ഹാർഡ് ടു വാഷ് ഓഫ് ദ വെസൽ. ഇതൊരു പാത്രത്തിൽ എടുത്തു കഴിഞ്ഞാൽ, പരിശോധനയ്ക്ക് വല്ലതും പാത്രത്തിൽ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം അതിന് സെഡിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെളുത്ത ഒരു കോട്ടിങ് ഈ പാത്രത്തിലുണ്ടാവും. അത് കഴുകി കളയാൻ തന്നെ പ്രയാസമാണ്, അതൊക്കെ സ്റ്റിക്കിയാണെന്ന് അർത്ഥം. ബ്ലഡി യൂറിൻ, സ്കാൻഡി ആൻഡ് സപ്രസ്ഡ്, രക്തം കലർന്ന മൂത്രമുണ്ട്, മൂത്രം കുറവാണ്, സപ്രസ്ഡ് ആണ്. ഗ്രേറ്റ് പെയിൻ ഇൻ ദ കിഡ്നീസ് ആൻഡ് ബ്ലാഡർ വിത്ത് ഗ്രേറ്റ് ബെയറിംഗ് ഡൗൺ, വൃക്കകളിൽ മൂത്രസഞ്ചിയിലൊക്കെ വല്ലാത്ത വേദന. സഡൻ ഡിസയർ വിത്ത് ടെനസ്മസ് ആസ് ഇഫ് ദ യൂട്രസ് വുഡ് കം ഔട്ട്, പെട്ടെന്നുള്ള വേദന, ഗർഭാശയം പുറത്തേക്ക് തള്ളിപ്പോരുമോ എന്നുള്ള ചിന്ത. സഡൻ ഡിസയർ ടു യൂറിനേറ്റ് വിത്ത് കട്ടിംഗ് ലൈക്ക് നൈവ്സ് ആൻഡ് ചിൽ ഓൾ ഓവർ ദ ബോഡി,
കത്തി കൊണ്ട് കുത്തുന്ന പോലുള്ള വേദന, ശരീരം മുഴുവൻ കുളിരുകോരി പോവുക എന്ന് പറയില്ലേ, ആ ചില്ലിങ്, മൂത്രമൊഴിക്കാനുള്ള പെട്ടെന്നുള്ള ഡിസയർ വരുമ്പോഴുള്ള അവസ്ഥയാണ്. ഇഫ് അണേബിൾ ടു പാസ് ഇറ്റ് ആസ് എ ലേഡി ഇൻ കമ്പനി, ഒരു സ്ത്രീ ഒരു കൂട്ടത്തിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ പെട്ടെന്ന് മൂത്രമൊഴിക്കാൻ തോന്നുന്നു, അത് പറ്റില്ല, നമ്മൾ സപ്രസ് ചെയ്യേണ്ടി വരും. ആ ഒരു അവസ്ഥയിൽ കട്ടിങ് പെയിൻ, കത്തി കൊണ്ട് കുത്തുന്ന പോലുള്ള വേദന, അതുമാത്രം പ്രയാസങ്ങൾ ആണ് അനുഭവിക്കുന്നത്. നോക്കുക. ഐ റിമെമ്പർ എ പിറ്റിയബിൾ കേസ്, വളരെ ദയനീയമായ ഒരു കേസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ സ്വന്തം കേസ് ഓർക്കുകയാണ്. എ സെയിൽസ്വുമൺ വാസ് ഒബ്ലിജ്ഡ് ടു ഗോ ടു ദ ക്ലോസറ്റ് എവറി ഫ്യൂ മിനിറ്റ്സ്. ഒരു സെയിൽസ്വുമൻ്റെ അവസ്ഥ നോക്കിയേ. ആ കാലഘട്ടത്തിൽ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെയൊക്കെ സാധാരണമാണ്, കടകളിൽ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ സെയിൽസ്വുമൺ, അതേപോലെ വീടുകൾ തോറും കൊണ്ടുവന്ന് വിൽക്കുന്ന സ്ത്രീകളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. പണ്ട് കാലത്തും പഴയ അമേരിക്കൻ ലിറ്ററേച്ചർ, ചില സെൽഫ് ഹെൽപ്പ് ബുക്കൊക്കെ പഴയത് വായിച്ചു കഴിഞ്ഞാൽ, ഈ ഡെയിൽ കാർണഗിയുടെ ടൈപ്പ് പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ വീടുകൾ തോറും വിൽക്കാൻ നടക്കുന്ന സ്ത്രീകളുടെ അനുഭവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അന്നും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു സ്ത്രീയുടെ ഒരു കാര്യമാണ് എന്നോട് പറയുന്നത്. അവർക്ക് ഓരോ മിനിറ്റിലും മൂത്രമൊഴിക്കാൻ തോന്നും. എ വയലന്റ് പെയിൻ ലൈക്ക് എ നൈഫ് കട്ടിങ് വിത്ത് ദ ഡിസയർഡ് യൂറിനേറ്റ്. ഒരു കത്തി കൊണ്ട് മുറിക്കുന്ന പോലുള്ള വേദന മൂത്രമൊഴിക്കാൻ തോന്നുമ്പോൾ. ആൻഡ് ഇഫ് ദ യൂറിൻ വാസ് നോട്ട് പാസ്ഡ് ദിസ് പെയിൻ വുഡ് ഹോൾഡ് റൈറ്റ് ഓൺ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ മിനിറ്റും പോയി മൂത്രമൊഴിക്കാൻ പറ്റില്ല. അപ്പോഴേക്ക് ഈ വേദന ആ സ്ത്രീയെ വല്ലാതെ ഗ്രസിച്ച് കളയും. അത്രത്തോളം പ്രയാസങ്ങളാണ് ഇത് അനുഭവിക്കുക. ഷി വാസ് കമ്പൽ ടു കീപ് ഹെർ മൈൻഡ് ഓൺ ദ യൂറിൻ ഓർ ഷീ വുഡ് ലൂസ് ഇറ്റ്. നേരത്തെ പറഞ്ഞ പോലെ ആ മൂത്രസഞ്ചിയുടെ നെക്കിൽ, അതിൻ്റെ കഴുത്തിലും മനസ്സ് കേന്ദ്രീകരിച്ച് നോക്കണം. അപ്പോൾ ഒരു വിൽപ്പനക്കാരി, കടയിൽ ജോലി ചെയ്യുന്നവൾ, അല്ലെ നടന്നു വിൽക്കുന്നവൾ, അവർ മനസ്സ് ഇതിൽ കേന്ദ്രീകരിച്ച് അവരുടെ ജോലി നടക്കില്ല, അവരുടെ ജോലി വിജയകരമാവില്ല. ഷി വാസ് ടോൾ, സ്ലിം, വിത്ത് സാലോ ഫേസ്, ഡിസ്ട്രസ്ഡ് ലുക്ക്, വോൺ ഔട്ട് ആൻഡ് ടയേർഡ്. അപ്പോൾ ടിപ്പിക്കൽ സെപ്പിയയുടെ അവസ്ഥ. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ സാങ്കല്പികമാണെന്ന് തോന്നുന്നു. ഇങ്ങനത്തെയൊക്കെ സ്ത്രീകൾ പിന്നെ എന്തിന് കച്ചവടത്തിൽ നടക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. അന്നത്തെ കാലത്ത് 1.5 നൂറ്റാണ്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഇന്നും നടക്കുന്നു, അങ്ങനെയുള്ള ആളുകൾക്ക് ഇന്നും നടക്കുന്നുണ്ട്. ഈ ഡെയിൽ കാർണഗിയുടെ ഞാൻ വിവർത്തനം ചെയ്ത ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഇങ്ങനത്തെ ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ഭർത്താവ് മദ്യപാനിയായിരുന്നു, ഒരു ഉപേക്ഷിച്ച് പോയി, 2 കുട്ടികളുണ്ട്. ഈ കുട്ടികളെ ഒരു ക്രഷിലാക്കാൻ, ശിശുപരിപാലന കേന്ദ്രത്തിലാക്കാൻ ആ സ്ത്രീക്ക് നിവർത്തിയില്ല. എന്നിട്ട് ഒരു കോൺവെൻറ്റിൽ കൊണ്ടുപോയി തൽക്കാലത്തേക്ക് ആക്കിയിട്ട് വിൽപ്പനയ്ക്ക് ഇറങ്ങും. വല്ലാതെ ക്ഷീണിതയാണ്, പോഷക ദാരിദ്ര്യമുണ്ട്. എന്നിട്ട് അവരവരുടെ ദയനീയ സ്ഥിതി കണ്ട് ആരെങ്കിലും വാങ്ങിയാലായി. അവർക്കൊരു ഉൽപ്പന്നം വിൽക്കാനുള്ള ഒരു മനഃശക്തി അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് പവർ അതൊന്നും അവർക്കില്ല, അതിൻ്റെ കപ്പാസിറ്റി ഇല്ല. പക്ഷെ നിവൃത്തിയില്ലാതെ പോവുകയാണ്. അങ്ങനെയുള്ളൊരു സ്ത്രീയെ ഒരു നല്ലൊരു വിൽപ്പനക്കാരിയാക്കിയതിൻ്റെ ഒരു കഥയാണ് ഡെയിൽ കാർണഗി ഇതിൽ പറയുന്നത്. അപ്പോൾ ഞാനൊക്കെ അത്ഭുതപ്പെടും. എൻ്റെ മനസ്സിലേക്ക് ഇത്തരം ചിത്രങ്ങൾ വരും, ഈ സെപ്പിയയിലൊക്കെ പറയുന്ന അവസ്ഥ. അതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. കെൻഡി പറയുന്ന ഒരു സാങ്കല്പിക കഥയൊന്നുമല്ല. ഇന്നും നിങ്ങളുടെയൊക്കെ ചേംബറിൽ ഇങ്ങനെയുള്ള വ്യക്തികളെ കടന്നു വരാം. അവരൊക്കെ അതൊന്നും പറഞ്ഞില്ലെന്നിരിക്കും, പക്ഷെ ചിലപ്പോൾ ഒരു പനിയോ ജലദോഷമോ തലവേദനയൊക്കെ പറഞ്ഞായിരിക്കും വരുന്നത്. അവരുടെയൊക്കെ അവസ്ഥ കാണുമ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ കഥകൾ പറയാനുണ്ടാവും. അവരുടെ പ്രയാസങ്ങളെ മാറ്റാൻ, അവരുടെ ജീവിതത്തിനെ മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിച്ചെന്നിരിക്കും. നേരത്തെ ബാബുശ്ശേട്ടൻ്റെ അനുഭവത്തിൽ പറഞ്ഞ പോലെ അങ്ങനെ ചോദിച്ച് വീട്ടിൽ പോയി മനസ്സിലാക്കിയുകൊണ്ട് ആ ഒരു കുടുംബം രക്ഷപ്പെട്ടു, ആ സ്ത്രീയുടെ ജീവിതവും മെച്ചപ്പെട്ടു. സെപ്പിയ ക്യൂർഡ് ഹെർ ആൻഡ് ഷി വാസ് നെവർ ട്രബിൾഡ് അഗെയിൻ. ആ സ്ത്രീയെ സെപ്പിയ സുഖപ്പെടുത്തി. പിന്നീട് ഒരിക്കലും ഈ പ്രയാസങ്ങൾ ആ സ്ത്രീയെ ബുദ്ധിമുട്ടിച്ചില്ല. അവരുടെ ആ ഒരു വോൺ ഔട്ട് കണ്ടീഷനിൽ, ആ ഒരു വല്ലാതെ ക്ഷീണിതമായൊരവസ്ഥയിൽ ഈ മൂത്രസംബന്ധമായ പ്രയാസങ്ങളുമായിട്ട് നടന്നിരുന്നൊരു സ്ത്രീ, ഒരു സെപ്പിയ, അവരവരുടെ ജീവിതത്തിൽ തന്നെ മാറ്റിത്തീർത്തു. ഹോമിയോപ്പതിക്ക് മാത്രം സാധിക്കുന്നതാണ്. ഇത്രയും സിമ്പിളായിട്ട് വളരെ 1-2 ഡോസ് കൊണ്ട് നിസ്സാര ചെലവിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാറ്റി തീർക്കുക, ഹോമിയോപ്പതിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ആ സാധ്യത ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അത് നിങ്ങളതിന് സജ്ജരാകണം. അതിന് ഇത്തരം ഗ്രന്ഥങ്ങൾ നിങ്ങളെ സഹായിക്കും. ശ്രദ്ധാപൂർവം പഠിക്കുക, ശ്രദ്ധാപൂർവം പ്രയോഗിക്കുക. ഹോമിയോപ്പതിയിലൂടെ ഇതിൻ്റെ സ്ഥാപകനായ സാമുൽ ഹനിമാൻ വിഭാവനം ചെയ്ത ആ ഒരു ആരോഗ്യപൂർണമായ സമൂഹത്തിൻ്റെ ഒരു ഹയർ പർപ്പസ് ഓഫ് ലൈഫ് നേടാനുള്ള ആ മനുഷ്യൻ്റെ ആ ഒരു നല്ല വിധിയുടെ സാക്ഷാത്കാരത്തിനായി
നിങ്ങൾക്കൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.